ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ കാമകലാവിലാസത്തിലെ പ്രഥമ ശ്ലോകത്തിൻ്റെ വിവരണം, ശിവതത്വം അഥവാ ശ്രീ പരമേശ്വരൻ്റെ പ്രഭാവം വിവരിക്കുന്ന ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വിവരണമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ആദ്യ ശ്ലോകത്തിൽ 4 വിശേഷണങ്ങളിൽ കൂടിയാണ് ശ്രീ പരമേശ്വര സ്വരൂപം, ആ ശിവവൈഭവം വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്തൊക്കെയാണത്? സകല ഭുവനോദയ സ്ഥിതിലയമയ ലീലാ വിനോദനോദ്യുക്ത എന്നത് ആദ്യത്തേത്, അന്തർലീന വിമർശ എന്നത് രണ്ടാമത്തേത്, പ്രകാശമാത്ര തനുഹു എന്നത് മൂന്നാമത്തേത്, മഹേശ എന്നത് നാലാമത്തേത്. ആദ്യത്തെ വിശേഷണത്തിൻ്റെ അർത്ഥം സകല ഭുവനങ്ങളുടെയും ഉദയസ്ഥിതി ലയ, അതായത് സൃഷ്ടിസ്ഥിതി സംഹാരം, പിന്നെ തിരോധാനവും അനുഗ്രഹവും എന്നീ പഞ്ചകൃത്യങ്ങളെ ലീലാവിനോദന ഉദ്യുക്ത, ഒരു ലീലയായി, ഒരു ക്രീഡാവിനോദമായി നിർവഹിക്കാൻ ഉദ്യുക്തനായി ഇരിക്കുന്നവൻ അല്ലെങ്കിൽ സന്നദ്ധനായി ഇരിക്കുന്നവൻ എന്നതാണ് ആദ്യത്തെ പ്രഭാവം. അത് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ശൈവതന്ത്രങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് പതി ആയ ശ്രീ പരമേശ്വരൻ തന്നെയാണ് പഞ്ചഭൂതാത്മക പ്രപഞ്ചമായും പശുക്കളായ ജീവജാലങ്ങളായും, അതായത് ബ്രഹ്മാദി പിപീലികാന്തം, ഏറ്റവും ശ്രേഷ്ഠദേവനായ ബ്രഹ്മാവ് മുതൽ നിസ്സാരമായ ഒരു ചെറു പ്രാണി വരെയുള്ള സകല ജീവജാലങ്ങളായും പരിണമിക്കുന്നത്, സ്വരൂപ വികാസം സ്വയം സ്വീകരിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു. ഈ സ്വരൂപ വികാസം ശ്രീ പരമേശ്വരൻ്റെ തന്നെ പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിബിംബം ആണ്. അതിന് ഉദാഹരണമായി പറയുന്നതാണ് കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന പ്രതിബിംബം. ശ്രീ കാമകലാവിലാസത്തിൻ്റെ ചിദ്വല്ലി വ്യാഖ്യാനത്തിൽ ശ്രീ നടനാനന്ദനാഥർ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. യഥാ കശ്ചിത് രാജ അതിസുന്ദരഃ സ്വ ആത്മ അഭിമുഖസ്ഥിത സ്വച്ഛ ആദർശതലേ സ്വാത്മപ്രതിബിംബം സമ്യക് പ്രസമീക്ഷ്യ തത് പ്രതിബിംബം അഹം ഇതി ജാനാതി ഏവം പരമേശ്വരോ അപി സ്വാധീനഭൂതാം സ്വാത്മശക്തിം സമ്യക് അവലോക്യ സ്വസ്വരൂപം അവഗച്ഛതി. ഇതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് സുന്ദരനായ ഒരു രാജാവ് തൻ്റെ മുന്നിലിരിക്കുന്ന നിർമ്മലമായ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന തൻ്റെ രൂപം നന്നായി നോക്കിയിട്ട്, ഓ ഇതാണ് ഞാൻ അല്ലേ എന്നറിയുന്നത് പോലെ ശ്രീ പരമേശ്വരൻ തൻ്റെ തന്നെ സ്വാധീനത്തിലിരിക്കുന്ന സ്വാത്മശക്തിയെ നന്നായി അവലോകനം ചെയ്ത് തൻ്റെ സ്വരൂപം എന്തെന്ന് അറിയുന്നു. അങ്ങനെ ശിവത്തിൻ്റെ സ്വാത്മശക്തിയെ മുന്നിൽ വച്ചിരിക്കുന്ന ഒരു കണ്ണാടിയുമായി ഉപമിച്ചിരിക്കുകയാണ്. നോക്കുന്ന ആളുടെ അതേ രൂപമാണെങ്കിലും ആ പ്രതിബിംബത്തിന് ഒരുപാട് പരിമിതികളുണ്ട്, അല്ലേ? അതുപോലെ തന്നെയാണ് പ്രപഞ്ചവും. എങ്ങനെയാണ് ആ പരിമിതികൾ ബിംബത്തിൽ നിന്നും പ്രതിബിംബത്തെ അകറ്റുന്നത്, വേറിട്ട ഒന്നായി മാറ്റുന്നത് എന്നതാണ് 36 സൃഷ്ടിതത്വങ്ങൾ വിവരിക്കുന്നത്. അഥവാ എങ്ങനെയാണ് വ്യാവഹാരിക സത്യം എന്ന് വേദാന്തത്തിൽ പറയുന്ന ഈ ലൗകികമായ തലം, ഈ ഒരു പ്രപഞ്ചം എന്ന ഡയമെൻഷൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്നതാണ് ഈ 36 തത്വങ്ങൾ വിശദീകരിക്കുന്നത്. അതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സംവാദത്തിൽ മനസ്സിലാക്കി. ഭേദം വിസ്ഫാര്യ ശക്തിയാ സ്വച്ഛന്തരൂപയ സ്വാത്മന്യഭിന്നേ ഭഗവാൻ നിത്യം വിശ്രാമയൻ സ്ഥിതഃ. ശ്രീ പരമേശ്വരൻ തൻ്റെ സ്വാതന്ത്ര്യ ശക്തിയായ സ്വച്ഛന്തയായ ശ്രീ പരാശക്തിയോടുകൂടി ഭേദങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലും തൻ്റെ പാരമാർത്ഥിക സ്വാത്മാനുഭൂതിയിൽ അഭിന്നമായി നിരന്തരം ലയിച്ചിരിക്കുക തന്നെ ചെയ്യുന്നു. കാരണം ആ സ്വാതന്ത്ര്യ ശക്തിയായ പരാശക്തി തന്നെയാണ് സ്വാത്മവിശ്രാന്തിയിൽ ശ്രീ പരമേശ്വരൻ ലയിക്കുന്ന ആനന്ദശക്തിയും. അതാണ് അന്തർലീന വിമർശ എന്ന അടുത്ത വിശേഷണം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അന്തർലീന വിമർശ എന്ന രണ്ടാമത്തെ വിശേഷണം നമുക്ക് വിശദമായി നോക്കാം. ഋഗ്വേദത്തിലെ നാസദീയ സൂക്ത മന്ത്രത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ ഉള്ളിൽ ഉള്ള താപമാകുന്ന ഓജസ്സിൻ്റെ കാരണത്താൽ ഏകമായ ആ ആദിപരമ്പൊരുൾ സ്വമാഹാത്മ്യത്താൽ തന്നെ ഉദ്ഭൂതമായി. തപസസ്തന്മഹിനാ ജായതൈകം എന്ന ഋഗ്വേദ മന്ത്രം.
അതിൽ പറഞ്ഞിരിക്കുന്ന ആദിപരവസ്തുവിൻ്റെ അന്തർലീനമായിരിക്കുന്ന ആ താപം തന്നെയാണ് ഭാരതീയ തത്വചിന്തയിൽ ശക്തിയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രസ്താവന എന്ന് പറയാം. ഷട്ത്രിംശത് തത്വസന്തോഹം എന്ന ഒരു പുരാതന ഗ്രന്ഥം, കാശ്മീര ശൈവശാഖയിൽപ്പെട്ട ഒരു ഗ്രന്ഥം ഉണ്ട്. ഇതിൻ്റെ രചയിതാവ് ആരാണെന്ന് ഇപ്പോഴും പണ്ഡിതന്മാർക്ക് കൃത്യമായി നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇച്ഛാസൈവ സ്വച്ഛാ സന്തത സമവായിനി സതീ ശക്തി സചരാചരസ്യ ജഗതോ ബീജം നിഖിലസ്യ നിജ നിലീനസ്യ. അതായത് ചരാചര പ്രപഞ്ചത്തിൻ്റെ ബീജമായി പരശിവത്തിൻ്റെ ഉള്ളിൽ ആദ്യ ഇച്ഛയുടെ മൂലരൂപത്തിൽ ശിവാഭിന്ന നിജരൂപത്തിൽ ലയിച്ചിരിക്കുന്ന സ്വച്ഛമായ ആ കേവല പരാശക്തിയും അനാദി തന്നെയാണ് എന്ന്. നിർബാധമായ സ്വാതന്ത്ര്യമാണ് ശ്രീ പരമേശ്വരൻ്റെ മൗലിക ഭാവം. സൃഷ്ട്യുന്മുഖമായ, അതായത് ജഗത് സൃഷ്ടിയെ ഉന്നം വെച്ചുള്ള ഇച്ഛയെ ജനിപ്പിക്കുന്ന ആ അന്തർലീന സ്വാതന്ത്ര്യ ശക്തിയാണ് വിമർശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതുതന്നെയാണ് ശക്തി തത്വമായി പ്രകടമാവുന്നത് എന്നും കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിരുന്നു. ശ്രീ രാജാനക ആനന്ദാചാര്യർ ഷട്ത്രിംശ തത്വസന്തോഹത്തിലെ നേരത്തെ പറഞ്ഞ രണ്ടാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ പറയുന്നു: നൈഷ്കർമ്മ്യേണ അത ഇച്ഛായാഹ സ്വച്ഛത്വാത് ഹൃദയസാരോർമി പ്രഭൃതിഭിः സംജ്ഞാഭി തത്തത് ദർശനേഷു അഭിധാനം. അതായത് സൃഷ്ടിക്രിയയുടെ സ്പർശമേൽക്കാത്ത സ്വച്ഛയായ എന്ന് വെച്ചാൽ പരിശുദ്ധയായ ശക്തി ശ്രീ പരമേശ്വരൻ്റെ ഹൃദയം, സാരം, തരംഗം എന്ന പേരുകളാൽ ശാക്ത ശൈവദർശനങ്ങളിൽ അറിയപ്പെടുന്നു എന്ന് അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കണം, ശിവത്തിൻ്റെ ഹൃദയം, ശിവത്തിൻ്റെ സാരം, ശിവമാകുന്ന സാഗരത്തിലെ തരംഗം എന്നൊക്കെയുള്ള പദങ്ങൾ കുറിക്കുന്നത് ശക്തിയുടെ അവിഭാജ്യതയെയാണ്. അതുതന്നെയാണ് ശിവത്തിൽ ശക്തി അന്തർലീനമായിരിക്കുന്ന ഭാവം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്രിയയിൽ ഏർപ്പെട്ടാലും അതുകൊണ്ട് ശ്രീ പരമേശ്വരനെ പോലെ തന്നെ തനിക്കും യാതൊരു സ്വരൂപഭേദവും സംഭവിക്കാത്തതുകൊണ്ട് സ്വച്ഛയാണ് അഥവാ നിർമ്മലയാണ് ശ്രീ പരാശക്തി. നിഷ്പ്രപഞ്ച എന്നൊരു നാമം ശ്രീ ലളിതാ സഹസ്രനാമത്തിലുള്ളതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ്. ഈ സ്വച്ഛശക്തിയാണ് വിമർശം എന്ന അനുത്തര പരാസംവിത് ശക്തി എന്നത് ശ്രദ്ധിക്കണം. ഈ അനുത്തര പരാസംവിത് ശക്തി ശക്തിതത്വമായി വികസിക്കുമ്പോൾ ചിത് ശക്തി എന്ന് അറിയപ്പെടുന്നു. വിമർശമാകുന്ന പരാസംവിത് ശക്തി പ്രപഞ്ചസ്വരൂപ ചിത് ശക്തി. ഈ രണ്ടിൻ്റെയും പൊരുൾ നന്നായി ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. വളരെ സൂക്ഷ്മമായ രണ്ട് ഭാവങ്ങളായി ഒരേ പരാശക്തി വീക്ഷിക്കപ്പെടുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രീ കാമകലാവിലാസത്തിലെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഈ ചിത് ശക്തിയുടെ വിശദീകരണം. ചിത് ശക്തി വിലാസം തന്നെയാണ് കാമകലാവിലാസം എന്നത് ആദ്യത്തെ ഭാഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ശിവാഭിന്നയായ ഈ ശ്രീ പരാശക്തിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ വിവരണത്തിൽ, ശക്തിതത്വം വിവരിക്കുന്ന രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥ വിശദീകരണത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്കിനി മൂന്നാമത്തെ വിശേഷണം എടുക്കാം. ശിവത്തിൻ്റെ മൂന്നാമത്തെ വൈഭവമായി പറഞ്ഞിട്ടുള്ളതാണ് പ്രകാശമാത്ര തനുഹു. പൂർണ്ണത്വം, സ്വാതന്ത്ര്യം, നിരതിശയം, ആനന്ദം. പ്രകാശരൂപനായ ശ്രീ പരമേശ്വരനെ കുറിക്കുന്ന പദങ്ങളാണ് ഈ നാലും. തദ്ദേവ ജ്യോതിഷാം ജ്യോതിഹി, അതായത് ജ്യോതിസ്സുകൾക്കും കൂടി ജ്യോതിസ്സാണ് എന്നും, അത്രായം പുരുഷഃ സ്വയം ജ്യോതിർഭവതി, സ്വയം ജ്യോതിസ്സായി ഭവിച്ചിരിക്കുന്നതാണ് എന്നും ഉപനിഷത്തുകളിൽ പരമാത്മൻ്റെ സ്വയം പ്രകാശത്വം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്വയം പ്രകാശ സ്വരൂപത്തെ അനുസരിച്ചാണ് സകലതും പ്രകാശിക്കുന്നതും പ്രകാശവസ്തുക്കൾക്ക് പ്രകാശം ലഭിക്കുന്നതും. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യാ ഭാസാ സർവമിതം വിഭാതി എന്ന് കഠോപനിഷത്തിലും പറഞ്ഞിരിക്കുന്ന വസ്തുത ഇതുതന്നെയാണ്. പരമാത്മനായ ശ്രീ പരമേശ്വരൻ്റെ ഈ പ്രകാശത്വം ശൈവ ആഗമങ്ങളിലും ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളിലും
കൂടുതൽ വിശദമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഭാഗത്തിൽ സത്ത, അതായത് ഉണ്ടായിരിക്കുന്ന സ്ഥിതിയായി ഈ പ്രപഞ്ചദശയുടെ ദൃഷ്ടികോണിൽ വീക്ഷിക്കുമ്പോൾ ശിവതത്വമായി ആ പരമ്പൊരുൾ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞിരുന്നു. സത്ത് അഥവാ ഭവത്ത എന്ന് പറയുന്ന ആ ഉണ്ടായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് പ്രകാശം. ഭാരൂപം പരിപൂർണം സ്വാത്മനി വിശ്രാന്തിതോ മഹാനന്ദം ഇച്ഛാ സംവിത്കരണൈർ നിർഭരിതം അനന്തശക്തി പരിപൂർണം സർവവികൽപവിഹിതം ശുദ്ധം ശാന്തം ലയോദയവിഹീനം യത് പരതത്വം തസ്മിൻ വിഭാതി ഷഡ്ത്രിംശദാത്മജഗത്ത്. ഒന്നിനെയും ആശ്രയിക്കാതെ തന്നിൽ തന്നെ വിശ്രാന്തി പ്രാപിച്ചിരിക്കുകയാണ്, തന്നിൽ തന്നെ ലയിച്ചിരിക്കുകയാണ് ശ്രീ പരമേശ്വരൻ. മഹാനന്ദം ഇച്ഛാ സംവിത്കരണൈഹി, പൂർണ്ണമായ ആനന്ദം, സ്വാതന്ത്ര്യമാകുന്ന ഇച്ഛാശക്തി, സംവിത് അതായത് ജ്ഞാനശക്തി, പിന്നെ ക്രിയാശക്തി, ഇവയാലും അനന്തശക്തി പരിപൂർണം, അനന്തമായ ശക്തി വിശേഷങ്ങളാലും നിറഞ്ഞിരിക്കുന്നുവെങ്കിലും നിർവികൽപ്പനും ശുദ്ധനും ശാന്തനും ആദ്യന്തരഹിതനുമാണ് ഭഗവാൻ. പരിപൂർണനായ ആ പരമാത്മൻ്റെ പ്രകാശസ്വരൂപത്തിൽ നിന്നും 36 തത്വങ്ങളിൽ കൂടി ഈ പ്രപഞ്ചം വിശേഷരൂപത്തിൽ പ്രകാശിക്കുന്നതായി തോന്നുന്നു. തസ്മിൻ വിഭാതി ഷഡ്ത്രിംശദാത്മജഗത്ത് എന്ന് ശ്രീ അഭിനവഗുപ്താചാര്യർ പരമാർത്ഥസാരം എന്ന തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ശ്രീ പരമേശ്വരൻ്റെ പ്രകാശസ്വരൂപത്തെ വിവരിച്ചിരിക്കുകയാണ്. ശിവാദ്വൈതം ബിംബപ്രതിബിംബവാദമാണല്ലോ. ഒരു കുലാലൻ മണ്ണ് കുഴച്ച് കുടം മെനയുന്നത് പോലെ സൃഷ്ടിക്കപ്പെടുന്നതല്ല ഈ പ്രപഞ്ച ഘടന. അത് ശ്രീ പരമേശ്വര പ്രകാശത്തിൻ്റെ പ്രതിഭാസം മാത്രമാണ്. നിമിത്ത കാരണവും ഉപാദാന കാരണവും രണ്ടും പ്രതിബിംബസ്വരൂപത്തിലുള്ളതാണ്. ശ്രീ അഭിനവഗുപ്താചാര്യർ തൻ്റെ പരമാർത്ഥ ചർച്ചയിൽ ഇങ്ങനെ പറയുന്നു: ഇത്തം സ്വസംവിദ്ഘന ഏക ഏവ ശിവഃ സ വിശ്വസ്യ പരഃ പ്രകാശഃ തത്രാപി ഭാത്യേവ വിചിത്രശക്തൗ ഗ്രാഹ്യഗൃഹീതൃ പ്രവിഭാഗഭേദഃ. അതായത് ചിദ്ഘനം എന്ന് പറയുന്നത് തന്നെയാണ് ആ പ്രകാശം. ആ പ്രകാശം തന്നെയാണ് ശ്രീ പരമേശ്വരൻ്റെ സ്വാതന്ത്ര്യ ശക്തിയും. തൻ്റെ ആ വിചിത്ര ശക്തിയിൽ കൂടിയാണ് ഗ്രാഹ്യഗൃഹീതൃ പ്രവിഭാഗഭേദഃ, അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ് എന്നീ ത്രിപുടിയാൽ ലക്ഷിതമായ അടയാളപ്പെടുത്തപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ വൈചിത്ര്യം, അതായത് ഈ വ്യാവഹാരികം എന്നറിയപ്പെടുന്ന ഈ ലൗകിക ദശ, കോസ്മിക് ഡയമെൻഷൻ പ്രകാശിതമാവുന്നത്, ചൈതന്യവത്തായി തെളിയുന്നത്. പ്രഭാവിതം പ്രകാശിതം ഭവനകർത്തൃതയാ വാ പ്രയുക്തം കസ്മാദിത്യാഹ നിജശക്തി വൈഭവ ഭരാത്. ഇത് ശ്രീ അഭിനവഗുപ്താചാര്യരുടെ പരമാർത്ഥസാരത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ശ്രീ യോഗരാജാചാര്യർ വിശദീകരിച്ചിട്ടുള്ളതാണ്. പ്രഭാവിതം പ്രകാശിതം, അത് ശ്രീ പരമേശ്വരനാൽ പ്രഭാവിതം അവതരിപ്പിക്കപ്പെട്ടതും പ്രകാശിതം പ്രകാശിപ്പിക്കപ്പെട്ടതും ആണ്. ഭവനകർത്തൃതയാ വാ പ്രയുക്തം, അതായത് ഭഗവാൻ ഉണ്ടായിരിക്കുന്നതായ നേരത്തെ പറഞ്ഞ പ്രകാശാവസ്ഥയിൽ തന്നെ പ്രകാശിതമാവുന്നതുമാണ് ഈ പ്രപഞ്ചം. കസ്മാദിത്യാഹ, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് പ്രപഞ്ചവും പ്രകാശിതമാകുന്നത് എങ്കിൽ സ്വയം പ്രകാശസ്വരൂപം തിരിച്ചറിയപ്പെടുന്നതോടെ തന്നെ, ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നതോടുകൂടി തന്നെ നിജശക്തി വൈഭവ ഭരാത്ത്, തൻ്റെ തന്നെയായ വിമർശശക്തിയുടെ അതിരില്ലാത്ത സ്വാതന്ത്ര്യമാകുന്ന വൈഭവത്താൽ അത് സംഭവിക്കുന്നു. ശ്രീ പരമേശ്വരൻ്റെ പ്രകാശം ഭഗവാന്റെ ആത്മബോധം ഉണർത്തുന്നതോടുകൂടി തന്നെ പ്രപഞ്ചബോധവും താൻ പ്രമാതാവാണ് എന്ന ബോധവും വിമർശശക്തിയാൽ ഉണർത്തപ്പെടുന്നു എന്ന് അർത്ഥം. ഭോക്തൈവ ഭോഗ്യഭാവേന സദാ സർവത്ര സംസ്ഥിതഃ. ഭോക്താവായ ശ്രീ പരമേശ്വരൻ തന്നെയാണ് ഭോഗ്യമായ പ്രപഞ്ചഘടനയായി സദാ സർവത്ര സ്ഥിതി ചെയ്യുന്നത്. ശ്രീ അഭിനവഗുപ്താചാര്യർ തൻ്റെ ഈശ്വര പ്രത്യഭിജ്ഞാ വിമർശനയിൽ ഇങ്ങനെ
വിശദീകരിച്ചിരിക്കുകയാണ്. സ ഏവ ഹി അഹംഭാവാത്മാ വിമർശോ ദേവസ്യ ക്രീഡാതിമയസ്യ ശുദ്ധേ പാരമാർത്ഥിക്യൗ ജ്ഞാനക്രിയേ പ്രകാശരൂപതാ ജ്ഞാനം തത്രൈവ സ്വാതന്ത്ര്യാത്മാ വിമർശഃ ക്രിയ വിമർശശ്ച അന്ധകൃത പ്രകാശഃ. ഇങ്ങനെയാണ് താൻ ഉണർന്നിരിക്കുന്നു എന്ന അഹംബോധം പരശിവത്തിൽ ഉണ്ടാക്കുന്ന ശക്തി തന്നെയാണ് ശിവത്തെ പ്രപഞ്ച സൃഷ്ടിയാകുന്ന ക്രീഡകളിലും നിമഗ്നമാക്കുന്നത്. എങ്ങനെയാണ്? പാരമാർത്ഥിക തലത്തിലുള്ള അനുത്തര ശിവം ശിവതത്വമായി അറിയപ്പെടുമ്പോൾ ജ്ഞാനവും ക്രിയയും രൂപപ്പെടുന്നു. എങ്ങനെയുള്ള ജ്ഞാനക്രിയകളാണ്? പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനവും വിമർശാത്മകമായ സ്വാതന്ത്ര്യത്തിൻ്റെ രൂപത്തിൽ ക്രിയയും. സ്വതന്ത്രത ഇതി പ്രകാശന ക്രിയാകർത്തൃത്വം. ഇവിടെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ട സ്വാതന്ത്ര്യം എന്നാണ് ശ്രീ ജയരഥാചാര്യർ വിശദീകരിച്ചിരിക്കുന്നത്. പ്രകാശമാത്ര തനുഹു എന്ന് വെച്ചാൽ പ്രകാശമാകുന്ന ജ്ഞാനം തന്നെ തൻ്റെ സ്വരൂപമായുള്ളവൻ അഥവാ ജ്ഞാനപ്രകാശ രൂപൻ എന്ന് അർത്ഥം മനസ്സിലാക്കാം. ആ ജ്ഞാനം ചിത് സ്വരൂപം കൂടിയാണ്. ഭഗവാൻ സർവ അന്തര്യാമി ആയതുകൊണ്ട് ആ പ്രകാശം വിശ്വമയം ആയിട്ടുള്ളതുമാണ്. സർവത്തെയും പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് പ്രകാശം, അല്ലാതെ ഒരു 50,000 വാട്ട്സ് ബൾബിൻ്റെ വെളിച്ചമായിട്ടൊന്നും ഇവിടെ പ്രകാശത്തെ സങ്കല്പിക്കരുത്. കോടി സൂര്യപ്രകാശം, ഭാനുശതകോടി ഭാസ്വരം എന്നൊക്കെ സ്തോത്രങ്ങളിൽ ഈശ്വര ചൈതന്യം വർണ്ണിച്ച് കാണുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ആലങ്കാരികമായ അതിശയോക്തിയായ ആശ്ചര്യദ്യോതകമായ സ്തുതികൾ മാത്രമാണ്. ഇരുട്ടിനെ ഇല്ലാക്കുന്നതാണ് വെളിച്ചം എന്ന് നമ്മൾ പറയുന്നു, അല്ലേ? എന്നാൽ ഇരുട്ട്, വെളിച്ചം, സുഖം, ദുഃഖം, നല്ലത്, ചീത്ത, ശരി, തെറ്റ്, വിധി, നിഷേധം, കാര്യം, കാരണം, ഇതെല്ലാം ലൗകികമായ ദശയിൽ, വ്യാവഹാരിക ദശയിൽ മാത്രമുള്ള പരസ്പര വിരോധങ്ങളായ ദ്വന്ദ്വങ്ങൾ മാത്രമാണ്. പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങളാണ്. ഈ ഒരു ദശയിൽ മാത്രമേ, ഈ ഒരു എർത്തിലി ഡയമെൻഷനിൽ മാത്രമേ, ഈ പ്രാപഞ്ചിക തലത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ മാത്രമേ അവയ്ക്കൊക്കെ അസ്തിത്വമുള്ളൂ. പരമേശ്വര വിഭൂതികളും നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രഭാവങ്ങളുമെല്ലാം നമ്മുടെ വാങ്മനസ്സുകൾ കൊണ്ട് ഊഹിക്കാനാവാത്ത സംഗതികളാണ്, അനിർവചനീയങ്ങളാണ്. പിന്നെ അതൊക്കെ നമ്മുടെ അറിവിനും ഭാഷയ്ക്കും അത് പ്രകടിപ്പിക്കാനുള്ള കഴിവിനും അനുസരിച്ച് ഓരോ രീതിയിൽ വിശേഷണങ്ങളായും ലക്ഷണയുക്തമായും ശ്ലാഘ്യമായും ഉപമകളായും ഉദാഹരണങ്ങളായും എല്ലാം പറയുന്നു എന്ന് മാത്രം. മനുഷ്യരാശിയുടെ പരിമിതമായ ചിന്താസരണിയിലൂടെയും ബുദ്ധിയിലൂടെയും ഒക്കെയാണ് നമ്മൾ സൃഷ്ടിരഹസ്യങ്ങളെ ഊഹിക്കുന്നതും പരമ്പൊരുളിനെ വിവരിക്കുന്നതും നിർണയിക്കുന്നതും അളക്കുന്നതുമൊക്കെ ചെയ്യുന്നത് എന്നത് ഓർക്കണം. അപ്പോൾ ഇവിടെ പ്രകാശം എന്ന് പറയുന്നത് ഇരുട്ടിനെയും വെളിച്ചത്തെയും വെളിപ്പെടുത്തുന്ന ചിദ് ആണ് എന്ന് മനസ്സിലാക്കണം. ചിദ് പ്രകാശമാണ് ശ്രീ പരമേശ്വരൻ്റെ സ്വയം പ്രകാശത്വം. ഏതത് പ്രകാശേന പ്രതിഷ്ഠാം ലബ്ധ്വാ ഇദം ജഗത് പ്രകാശമാനം. അതായത് ശ്രീ പരമേശ്വരൻ്റെ ചിത് പ്രകാശത്താലാണ് ഈ ജഗത്ത് പ്രതിഷ്ഠിതമായിരിക്കുന്നത്, അല്ലെങ്കിൽ നിലയുറച്ചിരിക്കുന്നത്. ഭഗവാന്റെ ആ ചിത് പ്രകാശത്താലാണ് ഈ പ്രപഞ്ചമാകെ പ്രകാശമാനം ആയിരിക്കുന്നതും. എന്ന് വെച്ചാൽ സൂര്യവെളിച്ചം കൊണ്ടുള്ള പ്രകാശമല്ല, സർവത്ര കാണാവുന്ന ഊർജ്ജസ്വലത, പഞ്ചഭൂതങ്ങളും സദാ ഉത്തേജിതമായിരിക്കുന്ന, ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന സ്ഥിതിവിശേഷം, പ്രപഞ്ചത്തിൻ്റെ തനതായ പ്രഭാവം, ചിത് വിലാസമാണ് അത്. സകല ജന്തുക്കളിലും മാത്രമല്ല, വൃക്ഷലതാദി സർവത്തിലും കാണുന്ന ആ ജീവത്വം, ആ ഊർജ്ജസ്വലതയാണ് ആ ചിത് പ്രകാശം. അതാണ് പ്രകാശത്തിൻ്റെ അർത്ഥമായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രല്ല, പ്രപഞ്ചബോധവുമാണ് ഈ ചിത് പ്രകാശം എന്ന് പറയുന്നത്. യഥാ ആലോകേന ദീപസ്യ കിരണൈർ ഭാസ്കരസ്യ ച ജ്ഞായതേ ദിഗ് വിഭാഗാദി തദ്വച്ഛക്തിയാ ശിവഃ പ്രിയേ. എങ്ങനെ ഒരു ലോകത്തിലെ സ്ഥലവിസ്തീർണങ്ങളും ദിക്കുകളും ഇവിടെയുള്ള രൂപപ്രതിരൂപങ്ങളുമൊക്കെ പകൽ നേരത്ത് സൂര്യൻ്റെ പ്രകാശത്തിൽ കൂടിയും
രാത്രിയിലാണെങ്കിൽ ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിൽ കൂടിയും കാണപ്പെടുന്നുവോ, അതുപോലെ പ്രപഞ്ചബോധം എന്ന അറിവും ശിവപ്രകാശമായ ശക്തിയിലൂടെ ജീവികൾക്ക് സാധ്യമാകുന്നു. പ്രകാശസ്വരൂപത്തിൻ്റെ പല രീതിയിലുള്ള വിശദീകരണം പല ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത്, ആവർത്തിച്ച് ഉദ്ധരിച്ചിരിക്കുന്നത് ശിവാദ്വൈതത്തിൽ ഇതിൻ്റെ സ്വരൂപം എങ്ങനെയാണ് നിരൂപിച്ചിരിക്കുന്നത് എന്നത് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ്. ആ പരശിവ ചിത്പ്രകാശം തന്നെയാണ് ജഗത്തിൻ്റെ പ്രാണൻ എന്ന് പറയപ്പെടുന്നത്. എങ്ങനെ ഒരു ശരീരത്തിൽ നിന്നും പ്രാണൻ പോയി കഴിഞ്ഞാൽ അത് നിർജീവമായി തീരുന്നുവോ, അതുപോലെ സ്രഷ്ടാവിൻ്റെ ഈ പ്രകാശം നിലയ്ക്കുമ്പോൾ ഈ പ്രപഞ്ചവും ഇല്ലാതാകുന്നു. ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒരു മാന്ദ്യം, അചേതനത്വം കാണുന്നുണ്ടോ? ഉന്മേഷമില്ലായ്മയോ നിഷ്ക്രിയത്വമോ പ്രകൃതിയിലോ ജീവരാശികളിലോ കാണാൻ കഴിയോ? സർവത്ര ജീവന്റെ തുടിപ്പല്ലേ നമ്മൾ കാണുന്നത്, അല്ലേ? അതുതന്നെയാണ് സകലത്തിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ പരമേശ്വരൻ്റെ ചിത് പ്രകാശം. കാശ്മീര ശൈവത്തിൻ്റെ പ്രസിദ്ധനായ ഒരു ആചാര്യനാണ് ശ്രീ ഉത്പലാചാര്യർ. സുപ്രസിദ്ധനായ ശ്രീ അഭിനവഗുപ്താചാര്യരുടെ ഗുരുവിൻ്റെ ഗുരു ആണ് ശ്രീ ഉത്പലാചാര്യർ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് ശിവസ്തോത്രാവലി. അതിലെ ഒരു സ്തുതി ഇങ്ങനെയാണ്: ത്വത്പ്രകാശ വപുഷോ ന വിഭിന്നം കിഞ്ചന പ്രഭവതി പ്രതിഭാതും തത് സദൈവ ഭഗവൻ പരിലബ്ധോസി ഈശ്വര പ്രകൃതിതോപി വിദൂരഃ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അതായത് പ്രഭോ, അവിടുത്തെ പ്രകാശമയമായ ശരീരത്തിൽ നിന്നും വേറിട്ട് വേറൊന്നിനും പ്രകാശിക്കാൻ സാധ്യമല്ല. പ്രകൃതിതോ അപി വിദൂരഃ, നിന്തിരുവടി പ്രകൃതിയിൽ നിന്നും ദൂരത്തിലാണെങ്കിലും പ്രകൃതിക്ക് അതീതനാണെങ്കിലും അവിടുത്തെ ചിത് പ്രകാശത്തിൽ കൂടി പ്രകൃതിയിൽ വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ പ്രകൃതിയിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ചിത് പ്രകാശത്തിലൂടെ ലോകം പ്രകാശിക്കുന്നു. ഇതിനേക്കാൾ ലളിതമായും മനോഹരമായും ഭഗവാന്റെ പ്രകാശസ്വരൂപം വിവരിക്കാൻ സാധിക്കില്ല, അല്ലേ? തമിഴ് ഭാഷയിലെ അതിപുരാതനമായ ഒരു ഗ്രന്ഥമാണ് തിരുമന്ദിരം. വളരെ അർത്ഥവത്തായ നിരവധി ശൈവസിദ്ധാന്തപരമായ പദ്യങ്ങളാണ് ഇതിൽ. 3000-ൽ പരം പദ്യങ്ങളാണ് ഈ തിരുമന്ദിരത്തിലുള്ളത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. തമിഴ് ആഗമം എന്ന് അറിയപ്പെടുന്നതുമാണ് ഈ തിരുമന്ദിരം. ഈ തിരുമന്ദിരത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 17 പദ്യങ്ങളിലായിട്ട് ശ്രീ പരമേശ്വരൻ്റെ ഈ പ്രകാശം, ഒളി, പേരൊളി പ്രഭാവം കുറിച്ച് പറയുന്നുണ്ട്. മനോഹരമായ വരികളാണ് അവയെല്ലാം. അതിൽ ഒരെണ്ണം പറയാം: ഇലങ്കിയതെവ്വൊളി അവ്വൊളി ഈശൻ തുളങ്കൊളി പോൽവത് തൂങ്കരുച്ചത്തി വിളങ്കൊളി മൂன்றേ വിരിസുടർ തോன்றി ഉളങ്കൊളിയുള്ളേ ഒരുങ്കുഹിൻറാനെ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഇലങ്കിയതെവ്വൊളി അവ്വൊളി ഈശൻ. ചോദ്യം, അതിന് ഉത്തരം. അങ്ങനെയാണ് ഈ പദ്യം. ഇലങ്കിയത് എവ്വൊളി, നാശമില്ലാത്ത ആനന്ദത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? അവ്വൊളി ഈശൻ, അത് ഈശ്വരനായ ശിവന്റെ തേജസ്സാണ്. ആ ശിവപ്രകാശത്തിൻ്റെ കിരണം എല്ലായിടത്തും വിതറി വെളിച്ചമെത്തിക്കുന്ന രശ്മി ഏതാണ്? തുളങ്കൊളി പോൽവത് തൂങ്കരുച്ചത്തി. അത് പരാശക്തി തന്നെ, അല്ലാതെ വേറെ ആരാണ്? എന്നുവെച്ചാൽ ശിവതേജസ്സായി ജ്വലിക്കുന്ന ആനന്ദപ്രകാശം എല്ലായിടത്തേക്കും വിതറുന്ന കിരണരൂപമായിട്ടുള്ളതാണ് അരുട്ശക്തി, അനുഗ്രഹസ്വരൂപിണിയായ പരാശക്തി. വിളങ്കൊളി മൂன்றേ വിരിസുടർ തോன்றി ഉളങ്കൊളിയുള്ളേ ഒരുങ്കുഹിൻറാനെ. ആ പ്രകാശത്തിൻ്റെ പ്രതിബിംബമായി പ്രതിഫലിക്കുന്നതാരാണ്? അത് ജീവപ്രപഞ്ചമാണ്. പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളുമാണ്. ശിവതേജസ്സായിട്ടും പരാശക്തിയുടെ കിരണമായിട്ടും ജീവജാലങ്ങളുടെ ആത്മജ്യോതിയായിട്ടും ഇങ്ങനെ 3 തരം പ്രകാശങ്ങളുടെ രൂപത്തിൽ മഹാപ്രകാശരൂപനായ ആ പരമേശ്വരൻ തൻ്റെ പ്രഭാവലയത്തിനുള്ളിൽ ഈ ജീവപ്രപഞ്ചത്തെ ആവരണം ചെയ്ത് രക്ഷിച്ച് നിർത്തുക മാത്രമല്ല, അവയുടെ കൂടെ തന്നെ വർത്തിക്കുകയും ചെയ്യുന്നു. ഉളങ്കൊളിയുള്ളേ ഒരുങ്കുഹിൻറാനെ. എത്ര സുന്ദരമായ ഒരു ആശയം അല്ലേ? ഇതേ ആശയത്തിൽ തന്നെയാണ് തന്ത്രാലോകത്തിലെ ഒരു പദ്യവുമുള്ളത്. മഹാപ്രകാശരൂപാഹി ഏയം സംവിത് വിജൃംഭരേ സശിവ ശിവതൈവാസ്യ വൈശ്വരൂപ്യ അവഭാസിത. അതായത്
ശ്രീ പരമേശ്വരൻ്റെ മഹാപ്രകാശ സ്വരൂപമാണ് ഈ പ്രപഞ്ചമായി പ്രകാശിക്കുന്നത്. ആ പ്രകാശത്തിൽ കൂടിയാണ് ഭഗവാന്റെ സംവിത് ശക്തിയുടെ വിജൃംഭണം, ഈ പ്രപഞ്ചമാകെയുള്ള ജീവന്റെ ആ തുടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ കാമകലാവിലാസത്തിലെ ആദ്യ ശ്ലോകത്തിലെ നാലാമതായും അവസാനമായും പറയുന്ന വിശേഷണമാണ് മഹേശഃ എന്നത്. സകല ലോകങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് തന്നിൽ തന്നെ ലയിപ്പിക്കുന്ന മഹത്വത്തോടു കൂടിയ ഈശ്വരനായതുകൊണ്ട് മഹേശൻ അഥവാ മഹേശ്വരൻ. യോ വേദാദൗ സ്വരഃ പ്രോക്തോ വേദാന്തേ ച പ്രതിഷ്ഠിതഃ തസ്യ പ്രകൃതിലീനസ്യ യഃ പരഃ സ മഹേശ്വരഃ എന്ന് മഹാനാരായണോപനിഷത്ത് ഒരു നിർവചനം തന്നിട്ടുണ്ട്. അതായത് വേദത്തിൻ്റെ ആദിയിൽ പ്രണവസ്വരമായി ആര് പറയപ്പെട്ടിരിക്കുന്നുവോ, വേദാന്തമായ ഉപനിഷത്തുകളിലും ബ്രഹ്മമായി ആരെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടോ, തന്നിൽ തന്നെ ലീനമായിരിക്കുന്ന പ്രകൃതിക്കും കൂടി അതീതനായ, പ്രകൃതിക്കും കൂടി അപ്പുറത്തുള്ള ആ പരവസ്തുവാണ് മഹേശ്വരൻ എന്ന അർത്ഥം. ഇത്രയും പ്രഭാവങ്ങളുള്ള ഈശ്വരനെ മഹേശൻ, മഹാ ഈശ്വരൻ എന്നല്ലാതെ എങ്ങനെ വിളിക്കാനാണ്? എന്നാലും ഈശ്വരനെ മഹേശ്വരനാക്കുന്നത് ശക്തിയാണ്. സ ഏവ വിമൃശത്വേന നിയതേന മഹേശ്വരഃ. അവിഛിന്നമായ ആ വിമൃശത്വം അല്ലെങ്കിൽ ശക്തി അഥവാ ചിദ്ദാകുന്ന ജ്ഞാനസ്വരൂപത്തോടു കൂടിയതുകൊണ്ട് മാത്രമാണ് ആ പരമാത്മാവ് മഹേശ്വരൻ എന്നറിയപ്പെടുന്നത് എന്ന് ഈശ്വര പ്രത്യഭിജ്ഞാകാരികയിൽ ശ്രീ അഭിനവഗുപ്താചാര്യർ പറയുന്നു. മഹേശ്വരത്വം സംവിത്വം, ശ്രീ പരമേശ്വരൻ്റെ മഹേശ്വരത്വത്തിനും കാരണം സംവിത് രൂപ ചിത്ശക്തി തന്നെയാണ്. ശക്തിശ്ച ശക്തിമാംശ്ചൈവ പദാർത്ഥദ്വയമുച്യത്തെ ശക്തയോസ്യ ജഗത് സർവം ശക്തിമാംസ്തു മഹേശ്വരഃ. പ്രപഞ്ചമാകെ വ്യാപിച്ചിരിക്കുന്ന ചിത്ശക്തി തൻ്റേതായതുകൊണ്ട് ശക്തിമാനായ ശ്രീ പരമേശ്വരൻ മഹേശ്വരൻ തന്നെയാണ്. അതേസമയം ശിവതത്വത്തെ പ്രകടമാക്കുന്നത് തന്നെ ശക്തിയാണല്ലോ. അപ്പോൾ സകല ശിവവിഭൂതികളും ഈ പ്രപഞ്ചദശയിൽ, ഈ വ്യാവഹാരിക തലത്തിൽ പ്രകടമാകാനും കാരണം ആ ശക്തി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്രകാരം എല്ലാ ലോകങ്ങളുടെയും സൃഷ്ടിസ്ഥിതി ലയം പിന്നെ തിരോധാനവും അനുഗ്രഹവും കൂടിയ പഞ്ചകൃത്യങ്ങളെ ഒരു ലീലയായി വിനോദം പോലെ നിഷ്പ്രയാസം ചെയ്യാൻ തയ്യാറായിരിക്കുന്നവനും തൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വിമർശശക്തിയോട് കൂടിയവനും പ്രകാശമാത്രമായ ശരീരത്തോട് കൂടിയവനും ആയ മഹേശ്വരൻ, സർവനിയന്താവായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ പാതു, നമ്മെ രക്ഷിക്കട്ടെ എന്നതാണ് ഈ പ്രഥമ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭാതി എന്നും ഒരു പാഠാന്തരമുണ്ട്. ആ അർത്ഥത്തിൽ സകല പ്രഭാവങ്ങളോടും കൂടി ശോഭിക്കുന്നു എന്നും അർത്ഥം. ഇവിടെ ഒരു വസ്തുത കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീ പരമേശ്വരൻ്റെ 4 വിഭൂതികൾ, 4 വൈഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ആ വൈഭവങ്ങളെല്ലാം തന്നെ വെളിപ്പെടുന്നതിന് ശ്രീ പരാശക്തി തന്നെയാണ് കാരണം എന്ന സൂക്ഷ്മതത്വവും ശ്രദ്ധിക്കാതെ പോകരുത്. സകല ഭുവനങ്ങളുടെയും സൃഷ്ടിസ്ഥിതി ലയാദി ക്രീഡകൾ നിർവഹിക്കുന്ന ശിവത്തിൻ്റെ സ്വാതന്ത്ര്യശക്തിയായിട്ടും പ്രകാശരൂപതാ ജ്ഞാനം തത്രൈവ സ്വാതന്ത്ര്യാത്മാ വിമർശക ക്രിയ, പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനശക്തിയായിട്ടും വിമർശാത്മകമായ സ്വാതന്ത്ര്യത്തിൻ്റെ രൂപത്തിൽ ക്രിയാശക്തിയായിട്ടും മഹേശ്വരത്വം സംവിത്വം, ശ്രീ പരമേശ്വരന് മഹേശ്വരത്വം നൽകുന്ന ചിത് ശക്തിയായിട്ടും എല്ലാം വിളങ്ങുന്നത് ശിവത്തിൻ്റെ അന്തർലീന വിമർശമായ ശിവാഭിന്നയായ ശ്രീ പരാശക്തി തന്നെയാണ് എന്നതാണ് പരമാർത്ഥം, അല്ലേ? അപ്പോൾ ഇതോടെ ശ്രീ കാമകലാവിലാസത്തിൻ്റെ പ്രഥമ ശ്ലോകത്തിൻ്റെ സംവാദം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി ശ്രീ പരാശക്തിയുടെ വൈഭവം, ശക്തി തത്വം വിവരിക്കുന്ന ശ്രീ കാമകലാവിലാസത്തിലെ 2ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.